ഹലോ ഗായ്സ്, അറിയില്ലാത്തത് എന്ന നമ്മുടെ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എന്നാൽ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ്. നമ്മൾ ഈ കാണുന്നതൊന്നും സത്യമല്ലെങ്കിലും നിങ്ങളുടെ വീട്ടുകാർ, ഫാമിലി, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾ കാണുന്ന ആകാശം, താഴെ കാണുന്ന ഭൂമി, കടൽ, ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, ഇതൊന്നും റിയൽ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നു. റിയൽ അല്ല എന്ന് പറയുമ്പോൾ സ്വപ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു സിമുലേഷൻ ആണെന്നാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവങ്ങളെ പോലെ വേറെ ആരോ ഒരു ആളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാം നടക്കുന്നത്. ഒരു ഗെയിമിനെ പോലെ, ഒരു GTA പോലെയുള്ള ഒരു ഗെയിം, അല്ലെങ്കിൽ തേർഡ് വേൾഡ് പേഴ്സൺ ഒരു ക്യാമറ ഉള്ള ഒരു ഗെയിമിനെ പോലെ ആണ് നമ്മളെങ്കിലും. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു ചിന്ത നമുക്ക് അങ്ങനെ എളുപ്പം തള്ളിക്കളയാനാവില്ല. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സിമുലേഷൻ തിയറിയെ പറ്റിയാണ്. സിമുലേഷൻ തിയറി 2003 നിക്കോളാസ് ബോസ്ട്രോം എന്ന ഒരു ഫിലോസഫറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി പറയുന്നത്, ഏതെങ്കിലും ഒരു സിവിലൈസേഷൻ ഇത്ര അഡ്വാൻസ്ഡ് ആണെങ്കിൽ, അതായത് അത്ര അഡ്വാൻസ് ഇനഫ് ടു ക്രിയേറ്റ് എ സിമുലേറ്റഡ് യൂണിവേഴ്സ്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഗെയിമിൽ നേരത്തെ പറഞ്ഞ പോലെ GTA എന്ന് പറഞ്ഞ ഇതിൽ 2-3 സിറ്റികളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു യൂണിവേഴ്സ് തന്നെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഒരു യൂണിവേഴ്സ് തന്നെ ഒരു സിമുലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ള സമയത്ത് മാത്രം ലോഡായാൽ മതി. നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയാണ്, ആദ്യം അതിൽ റെൻഡർ ചെയ്യുന്നത് ഒരു നമ്മൾ നിൽക്കുന്ന ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളും ആളുകളും ഈ പറഞ്ഞ കാറുകളും ബൈക്കുകളും വീടുകളും ഒക്കെ ലോഡായി വരുന്നത്. അങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഗെയിം വർക്ക് ചെയ്യുന്നത്. ആദ്യമേ കയറി എല്ലാം ലോഡാവില്ല, കാരണം എന്താവും, മെമ്മറി ഇല്ലാണ്ടാവും. അപ്പോൾ വളരെ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് നമ്മൾ പോകുന്നതിനനുസരിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ലോഡായി വരുന്നത്. അപ്പോൾ നേരത്തെ കണ്ട സാധനങ്ങൾ അത് അൺലോഡായി പോകും. അങ്ങനെയാണ് വീഡിയോ ഗെയിം മെമ്മറി മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബീയിങ്, അല്ലെങ്കിൽ നമ്മളെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലിരുന്നു കൊണ്ട് ഒരു യൂണിവേഴ്സ് തന്നെ ഇതുപോലൊരു കമ്പ്യൂട്ടർ ഗെയിം പോലെ ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് എൻറ്റിറ്റീസ് ആണ് ഈ സംഭവം ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു തർക്കത്തിന് വാദിക്കാമല്ലോ, അല്ലേ? കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവി പോലെയൊക്കെ തോന്നുമെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കൊടികുത്തി വാഴുന്ന കാലത്തിൽ മിക്ക ടെക്നിക്കൽ ആളുകളും, വളരെ സയൻറ്റിസ്റ്റുകളെ പോലുള്ള ആളുകൾ, ചിന്തകന്മാർ, ഇലോൺ മസ്കിനെ പോലെയുള്ള റവല്യൂഷണറികൾ, ഇവരെല്ലാം ഈ ഒരു കൺസെപ്റ്റിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മളെങ്ങാനും ഒരു സിമുലേഷൻ ആണെങ്കിലോ, വേറെ ആരോ ക്രിയേറ്റ് ചെയ്ത ഒരു അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറിനകത്തെ ചിന്തിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇൻ്റലിജൻസ് ആണെങ്കിലോ നമ്മൾ തന്നെ ഇപ്പോൾ ഓൾറെഡി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ChatGPT പോലൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ തരും. ഇപ്പോൾ നമ്മളുടെ ആ ലെവലിലേക്കുള്ള ഇൻ്റലിജൻസ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 20 അല്ലെങ്കിൽ ഈവൻ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു ChatGPT പോലുള്ള ഒരു സോഫ്റ്റ്വെയറിന് തന്നെ ചിന്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റി വന്നുകൂടായില്ലല്ലോ. ഇനി ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വിചാരിക്കും ഇത് ഒരു ഹൈടെക് ലോകത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെയല്ല. ഇനി നമ്മളുടെ ഭാരതത്തിലെ പുരാതന ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയും അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാം മായയാണ്. കൃഷ്ണൻ പറയുന്നുണ്ട്, എല്ലാം മായയാണ്, നമ്മൾ കാണുന്നതൊക്കെ മായയാണ്. പല ട്രോളുകളും പല തമാശകളും ഇതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ? നമ്മുടെ വേദങ്ങൾ പ്രകാരം മായ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ഉണ്ടെന്ന് നമ്മളെ ഇല്യൂഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കാണുന്നതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്, എനിക്കിത് തൊടാൻ പറ്റുന്നു, അല്ലെങ്കിൽ വേറൊരാളെ തൊടാൻ പറ്റുന്നത്, ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് മായ എന്ന് പറയുന്നത്. വേദങ്ങൾ പ്രകാരം നമ്മളുടെ ശരീരം, നമ്മളുടെ ചുറ്റുമുള്ളവ, എന്തിന് നമ്മുടെ സമയം പോലും ഒരു
ഇല്യൂഷൻ ആണെന്നാണ് പറയുന്നത് വേദങ്ങൾ പ്രകാരം. അപ്പം ഇതൊന്നും പുതിയൊരു കോൺസെപ്റ്റ് അല്ല. വേദങ്ങൾ പറയുന്നത് നമ്മുടെ ലൈഫ്, ഈവൻ നമ്മുടെ സമയം വരെ ഒരു ടെമ്പറൽ പ്രൊജക്ഷനാണ്, ഒരു ഹോളോഗ്രാം പോലെ ഒരു പ്രൊജക്ഷനാണ്. നമ്മൾ അല്ലെങ്കിൽ ഡീപ്പർ റിയാലിറ്റിയിൽ നമ്മൾ മാറി നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറൊരു ബീയിങ് ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ഓടിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ അത് ക്രിയേറ്റ് ചെയ്ത ആളുകൾ നോക്കും ഇത് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇത് നമ്മളെ ക്രിയേറ്റ് ചെയ്ത ആളുകൾ മാറി നിന്ന് നോക്കുകയാണ് ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരു മോണിറ്ററിൽ കാണുന്ന പോലെ അവരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഭഗവത്ഗീതയും ഉപനിഷത്തൊക്കെ പറയുന്നത് നമ്മളുടെ ആത്മാവാണ് സത്യമെന്നതും ഇത് ആത്മാവിൽ വഹിക്കുന്ന ശരീരം ടെമ്പററി ആണെന്നും അല്ലെങ്കിൽ ഇതൊരു പ്രൊജക്ഷൻ ആണെന്നും നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് അടുത്ത ഇതിലേക്ക് പോവുകയാണെന്നൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പുതിയ സിമുലേഷൻ തിയറി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ഒരു സാദൃശ്യം നമുക്ക് അവിടെ ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മിത്തുകൾ പ്രകാരം ഈ ലോകം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന അതേപോലെ അല്ല. ഇത് തന്നെ പല പല വേർഷൻസ് ആണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ വേർഷൻ 7.0 അല്ലെങ്കിൽ 2.0 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് മുമ്പും ഇഷ്ടംപോലെ വേർഷൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ കഴിഞ്ഞിട്ടും ഇഷ്ടംപോലെ വേർഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും പുതിയൊരു ഐഡിയ അല്ല. നമ്മുടെ പൂർവികരും നമ്മളുടെ സന്യാസി വര്യന്മാരും ഒക്കെ വളരെയധികം ചിന്തിച്ചു കൂട്ടിയേക്കുന്ന ഒരു വിഷയമാണിത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും സയൻറ്റിഫിക് എവിഡൻസ് അല്ലെങ്കിൽ സിമുലേഷൻ തിയറിനെ സംബന്ധിച്ചിടത്ത് എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് ഉള്ള എവിഡൻസുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റുകൾ ഉണ്ടോ, പ്രിൻസിപ്പിൾസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ക്വാണ്ടം ഫിസിക്സിനെ പറ്റിയാണ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ലെവലിലുള്ള പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ക്വാണ്ടം ഫിസിക്സ്. ബേസിക്കലി ആൻറ്റിമാൻ തുടങ്ങിയ മാർവൽ സീരീസിലെ സിനിമകൾക്കെല്ലാം കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് സൈസിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്റ്റഡിയാണ് ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും ഒരു മേജർ കമ്പോണൻ്റാണ് ഈ ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ളത് ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പിന്നെ ഒരു ന്യൂക്ലിയസ്, ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഈ ഇലക്ട്രോൺസിൻ്റെ ബിഹേവിയർ വളരെ സ്ട്രെയിഞ്ചാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിൻ്റെ ബിഹേവിയർ ഒരു രീതിയിലും, എന്നാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാതെ ഐഡിലാക്കി വിടുന്ന സമയത്ത് ഒരു ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ വേറെ രീതിയിലാണ്. ഇത് പല പല എക്സ്പെരിമെൻറ്റുകളും ഉണ്ട്, സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റുകളും ഉണ്ട്, തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു സിമുലേഷനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് പല പല ശാസ്ത്രജ്ഞന്മാരും പല പല ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു സിമുലേഷനിലാണ് ജീവിച്ചിരിക്കാൻ ചാൻസ് എന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. ഇനി രണ്ടാമത് നമുക്ക് പറയാനുള്ളത് പ്ലാങ്ക് സ്കെയിലിനെ പറ്റിയാണ്. പ്ലാങ്ക് സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ മെഷർമെൻറ്റ്, ഏറ്റവും ടൈനി ആയിട്ടുള്ള, ഏറ്റവും കുഞ്ഞിതായിട്ടുള്ള അവസ്ഥയിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുന്നതിനാണ് പ്ലാങ്ക് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഈ പ്ലാങ്ക് സ്കെയിലിൻ്റെ ഒരു മീറ്ററിൽ വരുന്ന കാര്യങ്ങളൊക്കെ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ടൈനി സൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിൻ്റെയും താഴെ വരുന്ന കാര്യങ്ങളൊക്കെ ബിഹേവ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. എൻറ്റയർലി വേറൊരു ഡിഫറെൻറ്റ് യൂണിവേഴ്സ് തന്നെ പ്രവർത്തിക്കുന്നത് പോലെയാണ് പ്ലാങ്ക് സ്കെയിലിന് താഴെയുള്ള കാര്യങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. പലപ്പോഴും ഇത് പിക്സലേറ്റഡ് ആണ്. നമ്മളൊരു സ്ക്രീനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു ടി വിയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിക്സൽസ് ആണ് എല്ലാം. നമ്മുടെ ഫോണാണെങ്കിലെല്ലാം പിക്സൽസ് ആണ്, നമ്മുടെ ക്യാമറ എല്ലാം പിക്സലേറ്റഡ് ആണ്. അതേപോലെ ഈ പ്ലാങ്ക് സ്കെയിൽ വരെ നമ്മുടെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ സയൻറ്റിസ്റ്റുകളും അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് അതും പിക്സലേറ്റഡ് പോലെയാണ്, ഒരു സ്ക്വയർ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്, വളരെ വളരെ ടൈനി ആയിട്ടുള്ള കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ടി വിയിലും കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന അതേപോലത്തെ സാധനമാണ് സൂക്ഷ്മമായ രീതിയിൽ അളന്നു മുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലും കാണുന്നത്. ഇതിനർത്ഥം ഒരുപക്ഷെ നമ്മളെല്ലാം വീണ്ടും ഒരു സിമുലേഷൻ്റെ ഉള്ളിലാണെന്നുള്ള രീതിയിലുള്ളൊരു കോൺസെപ്റ്റുകളാണ് ശാസ്ത്രജ്ഞന്മാരും അതുപോലെ വലിയ വലിയ എലോൺ മസ്കിനെ പോലുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്നത്. ഇനി പറയുന്നത് മാത്തമാറ്റിക്സിനെ പറ്റിയാണ്, അതായത് നമ്മുടെ കണക്കിനെ പറ്റി.
നമുക്കറിയാം നമ്മളുടെ യൂണിവേഴ്സിലുള്ള, അതായത് പ്രപഞ്ചത്തിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഫിസിക്സിനോട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിസിക്സിൻ്റെ ഇക്വേഷൻസിനോട് എല്ലാം അനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഗ്രാവിറ്റിക്ക് ഒരു പ്രത്യേക ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ, സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണ് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്? അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റി ഭേദിച്ച് ഒരു റോക്കറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു വെലോസിറ്റി അച്ചീവ് ചെയ്താൽ മാത്രമാണ് ഒരു റോക്കറ്റിനെ ഭേദിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ തിയറിറ്റിക്കലി കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം. ആദ്യം തിയറി കണ്ടുപിടിച്ച് ഇക്വേഷൻ വെച്ചിട്ട് എല്ലാം കറക്റ്റാക്കി, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ റോക്കറ്റ് ഡിസൈൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയത്. അങ്ങനെ പല പല കാര്യങ്ങളും, ഭൂമിയുടെ ദൂരം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് പ്രകാശത്തിനെത്താനുള്ള സമയം, ഇതെല്ലാം നമ്മൾ ഇക്വേഷൻസിലൂടെയാണ് കണ്ടത്. ഇപ്പോൾ ഈ പ്രപഞ്ചം ഒരു ഇക്വേഷൻ അനുസൃതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആരാണ് ഈ ഇക്വേഷൻസ് എല്ലാം, ഇക്വേഷൻ അനുസരിച്ച് ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഡിസൈൻ ചെയ്ത ആരെങ്കിലും ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആരെങ്കിലും ഒരു പ്രോഗ്രാം എഴുതി വെച്ച്, ഒരു യൂണിവേഴ്സിനെ തന്നെ ഒരു സിമുലേഷൻ ആക്കി ഒരു പ്രോഗ്രാം പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ ഇതാക്കിയിട്ട് വർക്ക് ചെയ്യാമല്ലോ. അങ്ങനെയും ചിന്തിക്കുന്നതും അങ്ങനെ കരുതുന്നതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്.